വരുന്നത്. അതിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷേ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് രാജേഷ് കൊല്ലപ്പെട്ട കേസിലെ FIR-ഉമായിട്ടാണ്. ഈ FIR-ൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ശ്രീകാര്യത്ത് രാജേഷ് കൊല്ലപ്പെട്ട അടുത്ത നിമിഷം മുതൽ തന്നെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ളവർ പറയുന്നത് ഇതിന് രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ല, ഇത് വ്യക്തിപരമാണ്, മണിക്കുട്ടൻ പ്രതി കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ ഇന്ന് ആ FIR വന്നിരിക്കുന്നു DYFയുടെ പ്രവർത്തകരാണ്, രാഷ്ട്രീയ സംഘർഷമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ FIR ഇന്ന് വൈരാഗ്യങ്ങളുമുണ്ട്, പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുമുണ്ട്. ഇതിൽ പറയുന്നത് പനച്ചക്കുന്ന് കോളനിയിലെ DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ നടന്ന സംഘർഷത്തിൽ BJP പ്രവർത്തകരെ സഹായിച്ച RSS കല്ലമ്പള്ളി ശാഖയുടെ ബസ്തി കാര്യമെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് അതൊരു പൊളിറ്റിക്കൽ അനിമോസിറ്റിയാണ് അതിൻ്റെ കാരണമെന്ന് FIR-ന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ഈ FIR പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും രാഷ്ട്രീയ വിരോധമല്ല എന്ന് പറഞ്ഞൊരു കാര്യം പിണറായി വിജയൻ്റെ പോലീസ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പരമാവധി ചർച്ച ചെയ്യാതിരിക്കാൻ എന്തൊക്കെ വേഗണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്ങനെ അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു FIR ഈ ഒരു സ്വഭാവത്തിൽ വരരുത് അല്ലല്ലോ, അല്ല ഞങ്ങളും അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്നത് ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ്. എന്താ പോലീസിന് കൊടുക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി എന്തൊക്കെ രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെയൊക്കെ പ്രതികരിച്ച് ഒരു വശത്തൂടെ പോകും, പക്ഷെ അദ്ദേഹത്തെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പോലീസ് അങ്ങനെ എഴുതിയില്ലെങ്കിൽ ഞങ്ങൾ കൈയും കെട്ട് നോക്കിയിരിക്കൂ. ഈ എല്ലാ പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് ബി ഫെസ്റ്റിവല്, ഹരിത കേരളം, അതുപോലെ തന്നെ DYFയുടെ പരിപാടികൾ, ഇതിന് മുഴുവൻ രാഷ്ട്രീയ പശ്ചാത്തലവും പോലീസ് എടുക്കുന്നതിനേക്കാൾ കൂടുതലെടുത്ത് സോഷ്യൽ മീഡിയ വഴി പൊതുസമൂഹത്തെ ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഈ രാഷ്ട്രീയ വിരോധം ഈ FIR-ൽ സൂചിപ്പിച്ചാലും ഞങ്ങൾ കൈയും കെട്ട് നോക്കിയിരിക്കുമോ? ഞങ്ങൾ മുകളിൽ കോടതിയിൽ പോകും, FIR-ന് പോലീസിന് തിരുത്തേണ്ടി വരും. അങ്ങനെ തിരുത്തേണ്ടി വരുന്ന ഒരു അപമാനം ഒഴിവാക്കാൻ കൂടിയാണ് അവർ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇവിടെ ശ്രീ NP ചേക്കുട്ടി അവർ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ ഗവൺമെൻറ് പരാജയങ്ങൾ, ഭരണ പരാജയങ്ങൾ, കുത്തഴിഞ്ഞ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോവളം കൊട്ടാരം ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു സമ്മർദ്ദം ഇത് അനുഭവിക്കുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ നാളത്തെ പത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാർഷ്ട്യമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ ആട്ടിയിറക്കിയെന്ന ഒരു 4 വാർത്ത വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും പ്രശ്നമല്ല, ഒരുപാട് കാലം കൊണ്ട് അത് ഫേസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കേഡറുകൾക്ക് തൃപ്തിയായിരിക്കും. കാര്യം BJP RSS പ്രവർത്തക നേതാക്കന്മാരോടിരിക്കുന്ന ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് ഉള്ള മാനസിക വീര്യം ചോർന്നു പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെ മുൻപ് നടന്ന ഉഭയകക്ഷി ചർച്ചയുണ്ടല്ലോ, അതിൽ ഈ രൂപത്തിൽ പെരുമാറിയിട്ടില്ല പിണറായി വിജയൻ എന്നാണ്. അന്നും ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ രാജേഷ്, ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകാത്ത എന്ത് ഈ പറയുന്ന യശോ ഗ്ലാനി ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം കരുതുന്നത്? അന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം മുൻകൈ എടുത്ത് തന്നെയാണ്. പിന്നെ അന്നും ഇന്നും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം, അന്ന് അദ്ദേഹം സ്വമേധയാ ചെയ്തിട്ടുണ്ടാവാം, ഇതിപ്പോൾ രാജ്ഭവന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ, ഇനി മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും DGP-യെയും മുഖ്യമന്ത്രിയെയും വിളിച്ചിരുത്തി വിവരങ്ങൾ അന്വേഷിക്കുന്നു, അത് സെൻട്രലിനെ ഗവർണർ ധരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഗവർണർ ഒരിക്കലും പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിട്ട് പെരുമാറുന്നു എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഗവർണറാണ്. മറ്റൊരു വശം കൂടിയുണ്ട്, കണ്ണൂരിലെ ഗ്രാമങ്ങളിലല്ല ഈ അക്രമം നടന്നത്. ഈ അക്രമം നടന്നത് കേരളത്തിലെ 80% രാഷ്ട്രീയ നേതാക്കളും താമസിക്കുന്ന തിരുവനന്തപുരത്ത്, ലോകം ശ്രദ്ധിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് അടിക്കടി നടക്കുന്ന ഈ അക്രമങ്ങൾ, തിരുവനന്തപുരത്ത് DGP-യുടെ മൂക്കിൻ്റെ തുൻപത്ത് ഈ അക്രമങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഈ 3.5 കോടി ജനങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം? അദ്ദേഹം ഈ ചർച്ച വഴിമാറ്റാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഭരണപരമായ പരാജയം അത് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടൊരു മറുകണ്ഠം ചാടൽ എന്ന നിലയിൽ എന്നാ മാധ്യമങ്ങളെ ഒന്ന് ശകാരിച്ച് കളയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമോ? അത് അങ്ങനെ സംശയിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പുതിയൊരു സാഹചര്യമുണ്ട്. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം മുൻകൈ എടുത്തതാണ്. സംഭവ സ്ഥലവും ഇത് തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും സൗഹൃദ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ശാസന ശിരസ വഹിച്ച് ഈ കാര്യം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രതിച്ഛായ നഷ്ടം, അത് പിന്നെ കൂടുതൽ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഇതാ മാധ്യമങ്ങൾ വന്നിരിക്കുന്നു എന്ന നിലയിൽ ഒരു പ്രത്യക്ഷ ശത്രുവിനെ കാണുമ്പോഴുണ്ടാകുന്ന പ്രകോപനം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചിരിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ടാകുമോ? അതോ ആ നിമിഷത്തെ മാത്രമുള്ളൊരു പ്രകോപനമാണോ? അല്ല, ഇവിടെ ശ്രീ ചേക്കുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ സർക്കാരിൻ്റെ ഒരു അക്കിലീസ് ഹീൽ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. മറ്റെല്ലാ വകുപ്പുകളും താരതമ്യേന തൃപ്തികരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം വളരെ ഗംഭീരമാണെന്നല്ല പറയുന്നത്. എന്നാലും പൊതുവെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം.
പ്രത്യേകിച്ച് മന്ത്രിമാരായിട്ടുള്ള തോമസ് ഐസക്, ജി സുധാകരൻ, മാത്യു ടി തോമസ്, അങ്ങനെ AC മൊയ്തീൻ, മേഴ്സിക്കുട്ടിയമ്മ, ശൈലജ ടീച്ചർ അടക്കം ഓരോരുത്തരും അവരവരുടെ കഴിവിനൊത്തരയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പ്രഗത്ഭന്മാരല്ലേ, എങ്കിലും തരക്കേടില്ലാത്ത ഒരു മന്ത്രിസഭയാണ് ഈ മന്ത്രിസഭ. ഇതിലെ ഒരു വലിയ പരാജയം, ഒരു വലിയ പോരായ്മ, വീഴ്ചകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസ് വകുപ്പിൻ്റെ ഭാഗത്താണ്. ആഭ്യന്തര ക്രമസമാധാന പരിപാലനത്തിലാണ് ഈ സർക്കാർ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച ആഭ്യന്തര വകുപ്പായിരുന്നു. ഈ സർക്കാർ വന്നല്ല, അതിനു മുമ്പ് തന്നെ വോട്ടെണ്ണെന്ന് അന്ന് മുതൽക്ക് ഇവിടെ അക്രമം ആരംഭിച്ചു. അതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് കൂടുതൽ കുറ്റം, ആരുടെ ഭാഗത്താണ് കൂടുതൽ വീഴ്ച ഉണ്ടായതെന്നൊക്കെ നമ്മൾ ഈ സമയത്ത് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പോലീസ് സംവിധാനം മൊത്തം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് DGPയുടെ കുറ്റമാണോ, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണോ, അത് മറ്റാരെങ്കിലും കുഴപ്പമാണോ എന്നുള്ളത് ഇപ്പോൾ തർക്കിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ് തീർത്തും പരാജയമാണ് എന്ന് മാത്രമല്ല, CPMകാരാണ് ഏറ്റവും അധികം അക്രമം നടത്തുന്നത്. അവരുടെ അക്രമങ്ങളെ തടയാനായിട്ട് പോലീസിന് കഴിയുന്നില്ല. പോലീസ് തികച്ചും കാഴ്ചക്കാരുടെ റോളിലാണ് ഉള്ളത് എന്നൊരു ധാരണ പുറക്കുണ്ട്. ആ ധാരണയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ വിളിപ്പിക്കാന്ന് വെച്ചാൽ അത് അങ്ങനെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല, അഭൂതപൂർവമായ ഒരു സംഭവമാണ്. കേരള ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഗവർണറും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഗവർണറെ ക്ഷണം നിരാകരിക്കാം. ഞാനിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, താൻ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല, അദ്ദേഹം പോയി. അത് വലിയ ഒരു പരാജയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കരുതുന്നത്. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു എന്നുള്ളത്, അതിൻ്റെ ഒരു സംഘർഷം അദ്ദേഹത്തിനുണ്ട്. ശ്രീ ചേക്കുട്ടി പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിലുപരിയായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചേക്കുട്ടി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇന്നത്തെ എല്ലാ പത്രങ്ങളും നോക്കുക, എല്ലാ പത്രങ്ങളും, ദേശാഭിമാനി ഒഴിച്ച എല്ലാ പത്രങ്ങളും ഗവർണർ വിളിപ്പിച്ചു എന്നാണ് ഒന്നാമത്തെ ഹെഡിങ്. മാതൃഭൂമിയിലെ ഒന്നാമത്തെ ഹെഡിങ് നോക്കൂ, മലയാള മനോരമയിലെ ഹെഡിങ് നോക്കൂ. പിണറായി വിജയന് വലിയ മതിപ്പുള്ള മലയാള മനോരമ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന, ഏറ്റവും അധികം ആളുകൾ വാങ്ങിക്കുന്ന പത്രമാണ്. ഒന്നാമത്തെ ഹെഡിങ് ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു എന്നാണ്. അപ്പോൾ വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു അർത്ഥമാണ് മനോരമക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളതും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും. മുഖ്യമന്ത്രിക്ക് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ദേഷ്യം വരും, കോപമുണ്ടാകും. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ക്യാമറയുമായി വന്നിരിക്കുന്നു, അത് കടക്കുമോ പുറത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. രാജേഷ് പറഞ്ഞ പോലെ അത്ര ആർട്ടിക്കുലേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിവുള്ള ആളല്ല ശ്രീ പിണറായി വിജയൻ. ഉള്ളിൽ ഒന്ന് വിചാരിക്കുക, മനസ്സിൽ പുറമേ വേറൊന്ന് പറയുക, അങ്ങനെ അതൊക്കെ ഉമ്മൻചാണ്ടിക്ക് പറ്റും. ഉമ്മൻചാണ്ടിയൊക്കെ നല്ല നടന്മാരാണ്, അവർ വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് ചെയ്യും. പത്രക്കാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉള്ളുകൊണ്ട് നിന്നെ കാണിച്ചു തരടാ എന്ന് മനസ്സിൽ വിചാരിക്കും. അത്ര ഒന്നും ചെയ്യാൻ ശ്രീ പിണറായി വിജയൻ അറിയില്ല. അദ്ദേഹം ഒരു നല്ല നടനല്ല. അദ്ദേഹത്തിന് അത് ശുദ്ധത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ടായിരിക്കാം. ഏതായാലും ഒരിക്കലും അങ്ങനെ ഉള്ളിലൊന്ന് വിചാരിച്ച് പുറത്ത് വേറൊന്ന് ചെയ്യാൻ കഴിവുള്ള ആളല്ല മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഉള്ളിലുള്ളതും ഇല്ലാത്തതും കൂടി പുറത്തേക്ക് വരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരം തന്നെയാണ് പ്രകടിപ്പിച്ചത് മാധ്യമങ്ങൾ കണ്ടപ്പോൾ. അപ്പോൾ അദ്ദേഹം ഈ പത്രക്കാരെ കണ്ടപ്പോൾ, മനോരമയുടെയും മാതൃഭൂമിയുടെയും കേരള കൗമുദിയുടെയൊക്കെ ഹെഡിങ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നിട്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, സർക്കാരിന് പ്രായണ പിന്തുണയ്ക്കുന്ന ഒരു പത്രമാണ് കേരള കൗമുദി. നമുക്കറിയാമല്ലോ, ഒരു ഇടതുപക്ഷ ചായ്വുള്ള പത്രമാണ്. കേരള കൗമുദിയുടെ ഒന്നാമത്തെ ഹെഡിങ് പ്രതികളെ തിരിച്ചറിഞ്ഞു, എല്ലാവരും മാർക്സിസ്റ്റുകാർ എന്നാണ്. എല്ലാ പ്രതികളും മാർക്സിസ്റ്റുകാരാണെന്ന് കേരള കൗമുദി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആർക്കെങ്കിലും ബാധിച്ച് ജയിക്കാൻ പറ്റുമോ? ദേശാഭിമാനിയിൽ മാത്രമാണ് ഈ പ്രതികൾ മാർക്സിസ്റ്റുകാരല്ല എന്ന രീതിയിലുള്ള കുടുംബ വഴക്കാണ്, വീട്ടുവഴക്കാണ്, വ്യക്തിവൈരാഗ്യമാണെന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. വേറൊരു പത്രത്തിലും ഇല്ല. ബാക്കി എല്ലാ പത്രത്തിലും രാഷ്ട്രീയ വൈരാഗ്യമാണ്. ഇന്നലത്തെ ദിവസം മുഴുവനും CPMകാർ സൈബർ സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത് കുടുംബ വഴക്കാണ്, അല്ലെങ്കിൽ RSSകാർ തന്നെ RSSകാരനെ കൊല്ലിച്ചതാണ്, സേവ് BJP ഫോറവുമായിട്ട് ഇതിന് ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പോഴതാ കേരള കൗമുദിയിലെ ഒന്നാമത്തെ ഹെഡിങ് പ്രതികളെല്ലാവരും മാർക്സിസ്റ്റുകാർ എന്ന്. അത് എങ്ങനെ മുഖ്യമന്ത്രിക്ക് സഹിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ദേഷ്യം പത്രക്കാർക്ക് നേരെ തിരിഞ്ഞു. അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് BJPക്കാരോടല്ലേ കാണിക്കണ്ട, അങ്ങനെയല്ല ചെയ്ത്. അദ്ദേഹത്തിന് BJPക്കാരോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല, അത് അടച്ചിട്ട മുറിയിലായിരുന്നുകൊണ്ട്. ഏതായാലും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്നത്തെ ദിനപത്രങ്ങളുടെ തലക്കെട്ടുകൾ, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചർച്ചകൾ എല്ലാം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നുകൂടെ മനസ്സിലാക്കാൻ. ശരി, ശ്രീ NP ചെക്കുട്ടി, പിണറായി വിജയൻ ഈ മാധ്യമ സമൂഹവുമായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടഞ്ഞുകൊണ്ടുള്ള രൂപത്തിൽ പ്രതികരിക്കുന്ന വ്യക്തി തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി മാധ്യമങ്ങൾ കാണെ തന്നെ മറ്റാരോടെങ്കിലുമുള്ള അതൃപ്തിയും അദ്ദേഹം ആ രൂപത്തിൽ തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. അത് മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുക വഴി ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന ഒരു ആലോചനയൊന്നും ഇല്ലാതെ തന്നെ. പക്ഷേ അങ്ങനെ മാത്രമല്ലല്ലോ പിണറായിയും മാധ്യമങ്ങളുമായുള്ള ഒരു ബന്ധം നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളിമാരും ആ അന്തരം പിണറായി വിജയൻ പല സന്ദർഭങ്ങളിലായി നല്ല വ്യക്തതയോടെ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് വരെ നല്ല ഉൾക്കാഴ്ച അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും തൊഴിൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും നൽകാൻ കഴിയുന്ന തരത്തിൽ അത്രയും മൂർത്തമായി അദ്ദേഹം ആ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്.
മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ തൊഴിലവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പെട്ടെന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇനി മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ പെട്ടെന്ന് അടച്ചുപൂട്ടപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിൽപരമായും തൊഴിലവകാശപരമായും മാധ്യമധർമ്മപരമായും മാധ്യമത്തിനകത്തെ തന്നെ ഈ പറയുന്ന ഉടമ ജീവനക്കാർ ബന്ധം, ഇതിൻ്റെ എല്ലാ മേഖലകളെ പറ്റിയും നല്ല കാഴ്ചപ്പാടോടെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് വളരെ സ്വാഭാവികമായൊരു സന്ദർഭത്തിൽ ഈ കാഴ്ചപ്പാടുകളും ഈ അവബോധവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടും അതൊന്നും അദ്ദേഹത്തിന് സഹായകരമാകാതെ മാറുന്നത്? പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 4-5 ജീവനക്കാർ, പോട്ടെ ഒരു 10 പേർ, അവരാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ നേരിടേണ്ട പരമമായ ശത്രു നിര എന്നെന്തുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നു? അങ്ങനെയൊന്നും അദ്ദേഹത്തിന് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, അദ്ദേഹം കണ്ണൂരുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഇന്നും അദ്ദേഹം പിന്നെ സൗകര്യം കിട്ടിയ അദ്ദേഹം ആ വീട്ടിലേക്ക് പോകാറുണ്ട്, അവിടെയാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പിണറായി വിജയൻ. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ രീതി ഇതാണ്. വളരെ വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ, കർശനമായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗം, ഇതൊക്കെ അവിടെ ഉള്ളതാണ്. ആ തരത്തിലുള്ള ഒരു പ്രയോഗ രീതി അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യില്ല. അത് അദ്ദേഹത്തിനും അറിയാം, പക്ഷേ അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിനപ്പുറം പിണറായി വിജയൻ ഏതെങ്കിലും ഒരു മാധ്യമ വിരുദ്ധനാണെന്നോ മാധ്യമ സമൂഹത്തിൻ്റെ ശത്രുവാണെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ടായിരിക്കുന്ന ചില വീഴ്ചകൾ, അദ്ദേഹത്തിന് ഉണ്ടാവുന്ന എന്താ പറയുക പ്രകോപനം വരുന്ന ചില സന്ദർഭങ്ങൾ, അതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിലെ മാധ്യമ സമൂഹത്തിൻ്റെ എതിരാളിയായിട്ട് കാണരുത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിമർശനം അദ്ദേഹം പരസ്യമായി തുറന്ന് പറയാറുണ്ട്. അതിനപ്പുറം അദ്ദേഹം മാധ്യമങ്ങളുടെ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ എൻ പി ചെക്കുട്ടി, ഈ മാധ്യമ പ്രവർത്തനത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഉണ്ടാകാം. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നിയന്ത്രണം വിട്ട് പെരുമാറുന്നു. പക്ഷേ ശത്രുപക്ഷത്തല്ല അവർ എന്ന് താങ്കൾ പറയുന്നു. പിണറായി വിജയൻ രാഷ്ട്രീയമായും ഭരണപരമായും ശത്രുപക്ഷത്ത് നിർത്തുന്നവരുണ്ടല്ലോ. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ പുറത്തിങ്ങനെയൊക്കെ ബഹളമുണ്ടാക്കിയെങ്കിലും അടച്ചിട്ട മുറിയിൽ ഏത് രൂപത്തിലായിരിക്കും എന്ന് അറിയില്ല എന്ന്. അതിലൊരു ആന്തരാർത്ഥമുണ്ട്. ഇപ്പോൾ കടുത്ത എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് ഇദ്ദേഹം മോശമായി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എവിടെയാണ് വളരെ ഡിപ്ലോമാറ്റിക്കായി നിൽക്കേണ്ടത് എന്ന് അറിയാൻ കഴിയാത്ത വ്യക്തിയൊന്നുമല്ല. അങ്ങനെ അറിയാൻ കഴിയാത്ത വ്യക്തിയാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് നമുക്കാർക്കുമില്ലാത്തൊരു പ്രാദേശികത, ആ പ്രാദേശികതയിൽ അദ്ദേഹത്തിനുള്ള നന്മ, അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് എന്നൊരു നിർവചനം, ഇതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ടതില്ല. അപ്പോൾ എവിടെ എങ്ങനെ പെരുമാറണമെന്നൊക്കെ നന്നായി അറിയാം, എവിടെ അതിർകടന്ന് പെരുമാറണമെന്നും നന്നായി അറിയാം. ആ അതിർകടന്നുള്ള പെരുമാറ്റം എന്നത് അദ്ദേഹം വീണ്ടും വിചാരത്തോടെ പരിശോധിക്കേണ്ട ഒന്നല്ലേ? കാരണം അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ആ വ്യക്തി. മുഖ്യമന്ത്രി അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും അദ്ദേഹം ഒരു കർമ്മത്തിന് വേണ്ടി അവിടെ വരികയാണ്, ഒരു കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി വരികയാണ്. അവിടെ എത്തിയിരിക്കുന്നവർ ആ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി അവിടെ എത്തുന്നവരാണ്. അതുപോലെ തന്നെയാണ് മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെയാണ് ആ കെട്ടിടത്തിലെ ജീവനക്കാർ. ഇവിടെ ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് അവിടെ ആരെങ്കിലും അപ്രസക്തരാകുന്നില്ല, അവിടെ ആർക്കെങ്കിലും എതിരെ കൽപ്പന പുറപ്പെടുവിക്കേണ്ടി വരുന്നില്ല. ഈ ഒരു ജനാധിപത്യ അവബോധം മറ്റ് പല സ്ഥലങ്ങളിലും കാട്ടുന്ന പിണറായി എന്ത് ഇവിടെ എത്തുമ്പോൾ മറക്കുന്നു? അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് വളരെ കരുതലുള്ള വ്യക്തിയാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം എല്ലാ കാലത്തും ഈ തരത്തിൽ തന്നെ സങ്കീർണമായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സങ്കല്പം, ആധുനിക ജനാധിപത്യ സങ്കല്പം വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടുള്ള ആളല്ല അദ്ദേഹം. അതേ സമയത്ത് അകത്തിരുന്ന RSS ആയാലും ശരി, മറ്റു കക്ഷികളായാലും ശരി, ആരോടായാലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇടപെടുന്ന സമയത്ത് അദ്ദേഹം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മാധ്യമങ്ങളോടുള്ള ആ ഇറിറ്റേഷന് ഇടയാക്കിയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതല്ല RSSൻ്റെ പ്രതിനിധികളോട് ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ TV-യിൽ ദൃശ്യം വന്നാലൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം കണ്ണൂരുള്ള ചർച്ചകൾ
അസംബ്ലിയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്, കേരളത്തിൽ ഇതിനു മുമ്പ് അതൊന്നും അല്ല വിഷയം. സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് സൂക്ഷിക്കേണ്ടി